എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. മുട്ട വരഞ്ഞ് പൊരിച്ചത്, അതാണ് ഈ റെസിപ്പിയുടെ പേര്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. എന്നിട്ട് ഓരോരോ മുട്ടയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിലാണ് വെള്ളം വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് മുട്ട നന്നായിട്ട് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. മുട്ട നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. ഓരോന്നായി തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയും. കണ്ടോ, ഉപ്പിട്ടത് കൊണ്ട് ഒട്ടും പൊട്ടിയിട്ടൊന്നുമില്ല. തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ഓരോന്നായി തണിഞ്ഞതിന് ശേഷം പൊളിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. ഇതുപോലെ മുട്ട പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഓരോന്നായി ഇങ്ങനെ വരഞ്ഞെടുക്കണം കത്തി കൊണ്ട്. അധികം ആഴത്തിലല്ലാതെ ഇങ്ങനെ ഒരു 3-4 വര. നമ്മളിടുന്ന മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഓരോന്നായി എല്ലാം വരഞ്ഞെടുക്കാം. അധികം ആഴത്തിൽ വരരുത്, പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ മുറിഞ്ഞു പോകും. ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കാം. എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇനി ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് മസാല തയ്യാറാക്കണം. ആദ്യം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ്, ചെറിയ സ്പൂണാണ്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കൂടിപ്പോവരുത്. മുട്ടക്ക് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ എല്ലാം ടേസ്റ്റൊക്കെ പോകും. കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഞെരണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴൊരു പ്രത്യേക നല്ല മണമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഞെരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു കുഴമ്പ് പോലെയാക്കിയിട്ട് കുഴച്ചെടുക്കണം. ഈ മസാല വെള്ളം കൂടിപ്പോവരുത്, കുറച്ച് കട്ടിക്ക് തന്നെ വേണം. നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയിൽ അതിന് മേലെ തേച്ച് പിടിപ്പിക്കുക. നമ്മളിപ്പോൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ്
മുട്ട വരഞ്ഞ് പൊരിക്കുന്ന കൂട്ടുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ എല്ലാ മുട്ടയിലും ഇങ്ങനെ പരക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലോണം പുരട്ടണേ. ആ വരകളിലെല്ലാം നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നില്ലേ, ആ വരയിലെല്ലാം നല്ലോണം ഈ മസാല അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നിട്ട് പെട്ടെന്ന് തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇതൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചൂട് കട്ടനൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട പൊരിച്ചതാണ്. നമുക്ക് നോക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി അടുപ്പത്തിലേക്ക് വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ 1 സ്പൂണ് വെളിച്ചെണ്ണ അധികം ആവരുത്. അധികം ആയാൽ നമ്മൾ ഈ മുട്ടേൻ്റെ മേലെ ആക്കിയ മസാലയൊക്കെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് ഈ തട്ടൊന്ന് പെരങ്ങാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. വെളിച്ചെണ്ണ ഒട്ടും അധികം ആവരുത്. ഇങ്ങനെ എല്ലാവരുടെയും തൂവി കൊടുക്കുക. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ഈ മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് മുട്ട വരഞ്ഞ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വരഞ്ഞ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ചൂട് കട്ടനൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മുട്ട പൊരിച്ചതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.